അല്ല, നമ്മൾ പൊതുവേ ജിസ്റ്റോ എന്നുള്ളൊരു വ്യക്തി അല്ല സംവിധായകനെ നമ്മൾ കാണുമ്പോൾ നന്മയുടെ അതിപ്രസരം എന്നുള്ള രീതിയിൽ അത് നമ്മൾ ട്രോൾ ലാംഗ്വേജിലായിരുന്നാലും അല്ലാതെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ആ ഒരു ടെംപ്ലേറ്റ്, കാരണം അദ്ദേഹത്തിന് ഇന്നും മുമ്പത്തെ സിനിമ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല. അപ്പോൾ എനിക്ക് കാരണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ആ ഒരു സിനിമയുടെ ഔട്ട്കം എന്തായിരുന്നു എന്ന്. അപ്പം ഈ ഒരു ടെംപ്ലേറ്റ് മാറ്റി പിടിച്ചത് തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്, അതിൻ്റെതായ രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഒരു കഥ, കുറച്ച് കാര്യങ്ങൾ കഥയിലും പിന്നെ ലോജിക്കിൻ്റെ ഒരു പ്രശ്നം. കാരണം നമ്മൾ ഇങ്ങനെ ഒരു കുറ്റാന്വേഷണത്തിന് ഒരു കഥ പറയുന്ന ഒരു സിനിമ ആകുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും ഒരു ലൂസ് പ്ലോട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അങ്ങനത്തെ എന്തെങ്കിലും ലോജിക്കിന്റെ ഒരു പ്രശ്നം നമ്മുടെ പ്രേക്ഷകൻ എന്ന രീതിയിൽ വരുത്താതെ നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കഥയിൽ തന്നെ അവർ പറഞ്ഞ് കവർ ചെയ്യുന്നതാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്നെ പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് തോന്നി. കാരണം ഈ ഒരു സിനിമയുടെ കാലഘട്ടം ഏതാണെന്ന് പറയുന്നില്ല. ഇപ്പം അടുത്ത കാലത്ത് കണ്ട ചില സിനിമകൾ 90-കളിൽ 80-കളൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു കഥാ പശ്ചാത്തലത്തിലാണ് കഥ പറഞ്ഞു പോകുന്നത്. കാരണം വ്യക്തമായിട്ടൊന്നും പറയുന്നുമില്ല ആ സിനിമയിൽ. അപ്പം കുറച്ച് ലോജിക്കിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് തോന്നി. പക്ഷെ അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ സിനിമ തുടങ്ങി ഒരു അരമണിക്കൂർ ആയപ്പോഴത്തേക്കും നമ്മുടെ ഒരു നല്ല രീതിയിൽ ഒരു കൊളുത്തി പിടിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അതിനുശേഷം കുറച്ചൊരു രീതിയിലേക്കൊന്ന് ഗ്രാഫ് ഒന്ന് താഴെ വന്ന പോലെ തോന്നി. പിന്നെ ഏതൊരു കേസന്വേഷണത്തിലെയും അവർ നോക്കുക, ഇപ്പോൾ പോലീസ് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നതല്ല ആരായിരുന്നു എന്തിനായിരുന്നു ഈ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നതാണ് ഈ സിനിമയിലൂടെ നടക്കുന്ന ഒരു കേസ് അന്വേഷണം. അത് രണ്ട് ട്രെയിലറിൽ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, രണ്ട് സ്റ്റബേൺ ആയിട്ടുള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു കേസ് വരുമ്പോഴത്തേക്കും അവർക്ക് ഈഗോ ക്ലാഷസ് ഉണ്ടാവാം. അപ്പോൾ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് കുറേ പേരുണ്ടാകും ചുറ്റും. അതായത് ഒരേ സ്റ്റേഷനിലെ ഇങ്ങനത്തെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ രണ്ടുപേരുടെ ഭാഗത്ത് നിൽക്കുന്നവരുണ്ടാവാം. അപ്പോൾ രണ്ടുപേരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നവരുണ്ടാകും പല രീതിയിൽ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഉള്ള അതിൻ്റെ ഇടയിൽ ഒരു കേസ് അന്വേഷണമാണ്. അപ്പോൾ കേസ് അന്വേഷണം പക്ഷേ ഇത് വേറൊരാൾ നരേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ സഫാരി ടി വിയിൽ കണ്ടതുപോലെ ഇപ്പോൾ ചരിത്രമെന്നിലൂടെ എന്നൊരു പ്രോഗ്രാം കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. കാരണം ഇപ്പം അതിൽ പല മേഖലകളിൽ നിന്നുള്ള വ്യക്തികൾ വന്നിട്ട് അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതിൽ പല റിട്ടയർ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരും വന്നിട്ട് കേസ് അന്വേഷണത്തിൻ്റെ നാൾ വഴികൾ ഇങ്ങനെ പറയുന്ന രീതിയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ കഥ പറഞ്ഞു പോകുന്നത്. പിന്നെ ഒരു കേസ് ഉണ്ടാകുന്നു, അത് ആര് എന്തിന് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പറഞ്ഞു പോകുന്നത്. കുറെ കൂടെ ഒന്ന് സമയം ഓക്കെ ആയിരുന്നു, പക്ഷേ ട്രിം ചെയ്യാനൊന്നുമില്ല. പക്ഷെ കുറെ കൂടെ ഒരു ഇമോഷണലി ഒരു കണക്ട് ആവുന്ന രീതിയിൽ ഈ ഒരു ടെംപ്ലേറ്റിലുള്ള സിനിമകൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പാക്കി എടുക്കാമായിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും ഒരു മോശം സിനിമയല്ല, തീർച്ചയായിട്ടും നമുക്ക് കാണാം തീർച്ചയായിട്ടും. പിന്നെ അവരുടെ രണ്ടുപേരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ട്രോളന്മാരുടെ ഭാഷയിൽ പല സ്റ്റാർ പട്ടങ്ങളും നമ്മൾ ട്രോളന്മാർ കൊടുക്കാറുണ്ട്. അതൊക്കെ സിനിമാ നടന്മാർ തന്നെ കണ്ട ഒരു തമാശയായിട്ട് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എടുത്തു പറയുന്നത് ചീറ്റിംഗ് സ്റ്റാറും ഡെത്ത് സ്റ്റാർ എന്നുള്ള പദവികൾ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട രണ്ട് സിനിമകൾ കണ്ടിട്ട് എനിക്ക് ഒരു ഡെത്ത് സ്റ്റാർ എന്നുള്ളൊരു പദവി മലയാളത്തിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്ക് ഈ ഒരു സിനിമയിലൂടെ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു തമാശയായിട്ട് പറയുന്നതാണ്.